കാര്യം. അതുകൂടാതെ പിന്നെ വീടുകൾക്കും മുതലുകൾക്കൊക്കെ നഷ്ടം വരിക, ചില കല്ലേറുണ്ടാകുക, തീപിടുത്തം ഉണ്ടാകുക, അങ്ങനെയുള്ള ചില അവസ്ഥകളെ കാണാൻ സാധിക്കും. ഇത് സൗദി അറേബ്യയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു വീടിന് തീ പിടിച്ചതിൻ്റെ റിപ്പോർട്ട്, ഒരു അറബി ഇതിൽ വന്ന റിപ്പോർട്ടാണ് ഈ കാണുന്നതിൻ്റെ തീ പിടിച്ചതിൻ്റെ സംഭവമൊക്കെ കൊണ്ട് റിപ്പോർട്ടാണിത്. പിന്നെ നിങ്ങൾ കാണാൻ സാധിക്കും ചില വീടുകളിൽ ഇപ്പോൾ ഒരു റൂമിൽ കിടന്നാൽ ഒന്നില്ലെങ്കിൽ വീടിന് മുറ്റത്തുണ്ടാവും, അല്ലെങ്കിൽ വേറെ റൂമിലുണ്ടാവും. ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ചില ഭൗതിക വിഷയങ്ങളായിട്ട് ചിലപ്പോൾ പിശാച് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ലക്ഷണങ്ങൾ ചിലപ്പോൾ ഉറക്കത്തിലാവാം, ചിലപ്പോൾ ഉണർന്നിരിക്കുമ്പോഴാവാം. ചില ആളുകൾക്ക് ലക്ഷണങ്ങൾ ഉറക്കത്തിലുണ്ടാവുള്ളൂ, പല പ്രശ്നമൊന്നുമില്ല. ഉറക്കത്തിൽ കിടന്നു കഴിഞ്ഞാൽ കിടന്ന ഉറക്കങ്ങൾ വരില്ല, മണിക്കൂറോളം ഇങ്ങനെ കിടക്കണം. കിടന്നാൽ തന്നെ ദുസ്വപ്നങ്ങൾ, പാമ്പുകൾ ഇങ്ങനെ കൊത്താൻ വരുന്നത്, അല്ലെങ്കിൽ ആരെയും ആക്രമിക്കാൻ വരുന്നത്, അല്ലെങ്കിൽ മുകളിൽ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ കുഴിയിലേക്ക് വീഴുന്നു പോരുന്ന ഒരവസ്ഥകൾ, അല്ലെങ്കിൽ അഴുക്ക് സ്ഥലങ്ങൾ, ശ്മശാനങ്ങൾ, ഇങ്ങനെയൊക്കെ ഇവിടെ പോയി നിൽക്കുന്ന അതുപോലുള്ള എന്ന് പറഞ്ഞാൽ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഭീകരതയായിരിക്കും അത്. അങ്ങനത്തെ അവസ്ഥ ഉണ്ടാകുക. പിന്നെ അല്ലെ വികൃതരായ മനുഷ്യന്മാർ കാണുക. എന്നാൽ ചില സമയത്ത് അത് ഉണർന്നിരിക്കുന്ന സമയത്തും ഈ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാം. പിന്നെ ചില വിവാഹ ബന്ധം തടസ്സപ്പെടുന്ന ചില സീറൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ ഭർത്താക്കന്മാർ ഇങ്ങനെ കാണും, അല്ല പുതിയാപ്പിളമാർ വന്നിങ്ങനെ കാണും, ഒരു പ്രാവശ്യമേ വരുള്ളൂ, പിന്നെ അങ്ങോട്ട് വരില്ല. അങ്ങനെ പിന്നെ ഡസൻ കണക്കിന് ആളുകൾ വന്ന് കാണുകയും എന്നാൽ പെണ്ണിനുള്ള സൗന്ദര്യമുണ്ട്, പക്ഷേ വിവാഹം നടക്കില്ല. അങ്ങനെയുള്ള കേസ് 2-3 പ്രാവശ്യമായി ഖുർആൻ അനുസരിച്ചുള്ള ചികിത്സ, ഖുർആൻ ഓതി ചികിത്സിച്ച ഇതിട്ട് കല്യാണം നടക്കുന്ന സംഭവങ്ങൾ എൻ്റെ അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. പിന്നെ വന്ന് കണ്ട അതേ പയ്യൻ വിവാഹം കഴിച്ചതായിട്ട്, മറിച്ച് എത്രയോ ആളുകൾ വന്ന് കണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ സംഭവിക്കുന്നത് പിന്നെ ഈ യുവാവ് വന്ന് ഈ യുവതിയെ കാണുമ്പോൾ പിശാച് തഹയിലുണ്ടാകും. തഹയിൽ എന്ന് നമുക്കറിയാലോ, മൂസാ നബി ഇസ്ലാമിൻ്റെ എന്നോട് എതിർക്കാൻ വന്ന സാഹർമാരെന്ത് ചെയ്തത്, കയറും വടിയൊക്കെ ഇട്ട് പാമ്പാക്കി കാണിച്ചതുപോലെ ഈ സ്ത്രീയുടെ മുഖം ഒന്നിൽ വിരൂപമാക്കുകയോ അല്ലെങ്കിൽ ഒരു കിളവിയുടെ രൂപമൊക്കെ കൊടുക്കും. അപ്പോൾ കാണുമ്പോൾ ഈ ബാക്കി എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, പക്ഷേ ഈ യുവാവിന് നോക്കുമ്പോൾ ഒരു ഇഷ്ടപ്പെട്ട രൂപമല്ല. മാത്രമല്ല ഒരു മനസ്സിന് ആശ്വാസം ഉണ്ടാവില്ല, ഇനി അങ്ങോട്ട് പോകണ്ട എന്നുള്ള തോന്നുക. ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ആരെങ്കിലും എന്നെ കാണാൻ വരുമ്പോൾ എൻ്റെ മുഖമൊക്കെ ഈ റബ്ബർ വലിച്ച് നീട്ടുന്ന പോലെ വലിച്ച് നീട്ടുന്ന അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ച ഒരു പെൺകുട്ടി പറഞ്ഞാണ്. അങ്ങനെ വിവാഹം നടക്കാത്ത അവസ്ഥ ഉണ്ടാകും. ഇനി ഇതോടൊപ്പം തന്നെ സിഹിറിനെ കുറിച്ച് നമുക്ക് വേറിട്ട് പറയേണ്ട കാര്യമുണ്ട്. സിഹിർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഖേദകരമായ സംഭവമാണ്, ഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാർക്കൊരു അറിയില്ല സിഹിർ എന്താണ്. അതുകൊണ്ട് തന്നെ സിഹിർ ഭരിക്കുമോ, എന്നാൽ നിങ്ങൾ എന്നെ സിഹിർ ചെയ്യ്, എന്നാൽ ഇന്ന ആളുകൾ നിങ്ങൾ സിഹിർ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്ന രംഗങ്ങൾ പലപ്പോഴും കാണാൻ സാധിക്കും. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് സിഹിർ എന്താണെന്ന് അറിയാത്തതുകൊണ്ടും പിന്നെ സിഹിറിൻ്റെ ഗൗരവം എന്തെന്ന് അറിയാത്തതുകൊണ്ടാണ്. എന്നാൽ അതേസമയത്ത് ബാക്കി വൺഭാവം ചെയ്യാൻ പറയാറില്ല, എന്നാൽ എന്നെ ഒന്ന് കൊല്ല്, അത് പറയില്ല. എന്നാൽ നിങ്ങൾ വ്യഭിചരിക്കുക എന്ന് പറയില്ല. അതേസമയം സിഹിറിൻ്റെ കാര്യത്തിൽ കുറിച്ച് അത് നിങ്ങൾ ചെയ്യ് എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ആളെ കാണാൻ സാധിക്കും. സിഹിർ എന്ന് പറഞ്ഞാൽ മനുഷ്യനും ജിന്നും തമ്മിലൊരു ഇടപാടാണ്. അത് പിശാചിനോട് അടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ഈ സാഹിർ അഥവാ മന്ത്രവാദി ചെയ്യുമ്പോൾ പിശാച് തിരിച്ച് സഹായം ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ മാരണക്കാരൻ പിശാച് തമ്മിലുള്ള കരാറാണ്. അപ്പോൾ മാരണക്കാരൻ എന്ത് ചെയ്യണം, ഷിർക്കും കുഫറും അടങ്ങിയ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ പിശാച് അവൻ്റെ സഹായിയായി മാറും. പിന്നെ ഈ മാരണക്കാരൻ തൃപ്തിപ്പെടുത്തുന്നത് സാധാരണ ജിന്നുകളെ ആവില്ല, ജിന്നുകളിലെ നേതാക്കന്മാരുണ്ടാവും, അവരുടെ ഇടയിൽ ഒരുപാട് അനുയായികളുണ്ടാവും. എന്നിട്ട് ഈ ജിന്നിനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ ആ ജിന്നിൻ്റെ അനുയായികളൊക്കെ അവൻ്റെ പണിക്കാരായിട്ട് കിട്ടും. ഇനി എത്രമാത്രം കുഫ്ർ ചെയ്യുന്നോ അത്രയും ശക്തി കൂടിയിട്ട് ഉള്ള സഹായമാണ് ജിന്നുകളിൽ നിന്ന് കിട്ടുക. ആ സേവ നിർത്തിയാലോ അപ്പോൾ ജിന്ന് പ്രവർത്തനം നിർത്തുകയും ചെയ്യും. മാത്രമല്ല ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ പിശാച് മനുഷ്യൻ തമ്മിലുള്ള ചെയ്യുന്ന ഒരു കൂട്ടുകെട്ടിൽ നടന്ന പ്രവർത്തനമാണത്. അതുകൊണ്ടാണ് ചിലപ്പോൾ ചില തങ്ങന്മാരുടെ അടുത്ത് ചില കാര്യത്തിന് പോകുമ്പോൾ അവർ പറയും, അവിടെ നിന്ന് റെഫർ ചെയ്ത് പിന്നെ അവർ എന്ത് ചെയ്യും, ഹിന്ദുക്കളുടെ അടുത്തേക്കാണ് പലപ്പോഴും അയക്കുക. ഉദാഹരണമായിട്ട് ഒരിക്കൽ മലപ്പുറം മഞ്ചേരി അടുത്തൊരു സ്ഥലത്ത് ഞാനും ഒരറിയപ്പെടുന്ന മുജാഹിദ് പണ്ഡിതനുമായിട്ടാണ് പോയത്. ഞങ്ങൾ ചെന്നപ്പോൾ കാണുന്നത് ഒരറിയപ്പെടുന്ന ആ പ്രദേശം അറിയപ്പെടുന്ന ഒരു മുജാഹിദ് പ്രവർത്തകൻ്റെ മകളുടെ കയ്യിൽ നമ്പൂരി കൊടുത്ത ചരടാണുള്ളത്. ഇനി ആർക്കും സംശയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ആ പണ്ഡിതനെ കുറിച്ച് വേണമെങ്കിൽ പണ്ഡിതനായിട്ട് സംസാരിക്കാം, സംശയം തീർക്കാം. ഇനി ആളുടെ പേര് പറഞ്ഞില്ല മാത്രം. അപ്പോൾ ഞങ്ങൾ 1 മണിക്കൂർ പറഞ്ഞു, നിങ്ങൾ ഈ ചരടഴിച്ചാൽ ഞങ്ങൾ അനുവദനീയമായ ചികിത്സ ചെയ്ത് ഇതിന് സുഖം ഉണ്ടാക്കാം. പക്ഷേ അയാൾ പറഞ്ഞു അഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു.
ആ മുജാഹിദ് പ്രവർത്തകൻ അറിയപ്പെടും, മുജാഹിദ് പ്രവർത്തനം പറഞ്ഞ് അയക്കാൻ പറ്റില്ല. കാരണം ഇതയച്ചാൽ എൻ്റെ മകളും വീഴും, ഭർത്താവിൻ്റെ പെങ്ങളും വീഴും. പല തങ്ങന്മാരുടെ അടുത്ത് ഞങ്ങൾ പോയിട്ട് അവസാനം എത്തിപ്പെട്ടതാണ്. ഇപ്പോഴാണ് ആശ്വാസം. ഈ ചരടും പേരാണ് നിൽക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളൊക്കെ വിചാരം എന്താ വെച്ചാൽ ഞങ്ങളൊന്നും ഈ പണിക്കൊന്നും പോവില്ല, ഞങ്ങളൊക്കെ വളരെ അനുഭവം ഉണ്ടാവണം. ഇപ്പോൾ ഗൾഫിൽ നിങ്ങൾ വന്ന് ബോംബെയിലെ എയർപോർട്ടിൽ നിന്നൊക്കെ ഇറങ്ങി നാട്ടിലൊക്കെ ലഗേജും സാധനമൊക്കെ എടുത്ത് പെട്ടെന്ന് ഉണ്ട് ഒരു വണ്ടി വന്ന് നിൽക്കുന്നു, തോക്കൊക്കെ കാണിച്ച് ലഗേജും ഭാര്യയുടെ മക്കളെയും കൊണ്ട് ആ വണ്ടി അങ്ങ് കയറ്റി കൊണ്ടുപോയി. അപ്പോഴാണ് പിന്നെ ആലോചിക്കുക, എന്തുണ്ട് വഴി? ലഗേജ് കിട്ടുന്ന കാര്യം ഭാര്യ മക്കളും കിട്ടണം, എന്താണ് വഴി? ഉടനെ പോലീസ് സ്റ്റേഷനിൽ പോവും. അപ്പം ചിലപ്പോൾ നിങ്ങൾ ഇന്ന ഗുണ്ടകളെ പോയി കണ്ടാൽ ചിലപ്പോൾ ഗുണ്ടകളെ പോയി കാണും. അപ്പോൾ ഗുണ്ടകൾ പറയും, 2 കുപ്പിയൊക്കെ വാങ്ങിച്ചോണ്ട് വാ എന്ന് പറഞ്ഞാൽ കുപ്പിയൊക്കെ വാങ്ങിച്ചോണ്ട് ചെല്ലും. അങ്ങനെ എന്തും ചെയ്യും. കാരണം എന്താണ്? കാര്യം നടക്കണം. ഇതുപോലെ തുടുതുണിയില്ലാതെ മകള് റോട്ടിലൂടെ അലയുമ്പോൾ സഹിക്കാൻ വയ്യാതെ പിതാവ് ചിന്തിക്കുകയാണ്, എന്തെങ്കിലും ചെയ്ത് ഇതിന്നൊന്ന് രക്ഷപ്പെടണം എന്ന് ചിന്തിക്കുമ്പോഴാണ് ആ സ്ഥലങ്ങളിലേക്ക് പോവുക. ഗതി കെടുമ്പോഴാണ് പലരും പോവുക. അതുകൊണ്ട് നമ്മൾ ഈ ആൾക്കാരെ ഇവർ അന്ധവിശ്വാസം എന്ന് മാത്രം മനസ്സിലാക്കുക. കാരണം ഇവരുടെ അവസ്ഥയെക്കുറിച്ചും അതിന് പരിഹാരം നമുക്ക് കാണാൻ സാധിക്കണം. എന്നാൽ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ നമുക്കിതിനൊക്കെ മാർഗ്ഗദർശനം നൽകുന്നുണ്ട്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഒരു പ്രവാചകന്റെ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ അവസ്ഥ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അള്ളാഹു പറഞ്ഞു, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനി ദുർറു വഅൻത അർഹമുർ റാഹിമീൻ. പിശാച് എനിക്ക് എന്നെ കഠിനവത സ്പർശിച്ചിരിക്കുന്നു. അൻത അർഹമുർ റാഹിമീൻ, നീ കാരുണ്യവാന്മാരിൽ കാരുണ്യവാനാണ്. അള്ളാഹുവിനോട് അയ്യൂബ് നബി ഇസ്ലാം പറയാണ്. അയ്യൂബ് നബി ഇസ്ലാമിൻ്റെ ചരിത്രം നമുക്കറിയാം. അദ്ദേഹത്തെ മക്കൾ നഷ്ടപ്പെട്ടു പോയി, കുട്ടികൾ നഷ്ടപ്പെട്ടു, കൃഷിഭൂമികൾ നഷ്ടപ്പെട്ട്, കന്നുകാലികൾ നഷ്ടപ്പെട്ട്, എല്ലാം നഷ്ടപ്പെട്ട് അവസാനം ശരീരം മുഴുവൻ വ്രണം നിറഞ്ഞ് ഒരാൾ പോലും അടുക്കൂല. ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഒരു വീടും കുടിയില്ലാത്ത വേണം 2 ദിവസം നമ്മൾ വീട്ടിൽ കെട്ടി കിടത്തുന്നുണ്ട്. പക്ഷെ ഒരു കുഷ്ഠരോഗി ശരീരം മുഴുവൻ വ്രണമായിട്ട് വരുന്നവനെ വീട്ടിൽ കെട്ടി കിടത്ത ആളുകൾ അങ്ങനെ എത്രമാത്രം എന്ന് വെച്ചാൽ അദ്ദേഹം 10-ലധികം 12 വർഷമാണെന്നാണ് ഒരു തഫ്സീർ കാണുന്നത്. അങ്ങനെ വർഷങ്ങളോളം കഷ്ടപ്പെട്ട് പിന്നെ ഗതികെട്ട അവസ്ഥ. ആ അവസ്ഥയിൽ പോലും അദ്ദേഹം എന്താ ചെയ്യുന്നത്? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്തുണ്ടായി? ഫസ്തജബ്നാ ലഹു, അവൻ മറുപടി നൽകി. ഫകശഫ്നാ മാ ബിഹി മിൻ ദുർ, അവൻ്റെ പ്രയാസം നാം മാറ്റുകയും ചെയ്തു. വആതൈനാഹു അഹ്ലഹു മിസ്ലഹു, അവനവൻ്റെ കുടുംബത്തെയും കൊടുത്തു, അത്രയും കൊടുത്തു. റഹ്മത്തൻ മിൻ ഇന്ദിനാ, നമ്മുടെ പക്കുന്ന കാരുണ്യമായിക്കൊണ്ടും, വദിക്റാ ലിൽ ആബിദീൻ, നമ്മുടെ ആരാധകർക്ക് അനുസ്മരണമായിക്കൊണ്ടും. ഇതാണ് നമ്മുടെ പാഠം എന്ന് പറഞ്ഞാൽ ഭാര്യയും മക്കളെല്ലാം നഷ്ടപ്പെട്ടു. എന്നിട്ട് ഒരു ഇതിൽ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭക്ഷണമായിട്ട് വരുന്നു, ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ തലയിൽ തുണി മാറ്റി കൊടുത്തു കാണിച്ചു കൊടുക്കുന്നത്, അതാണ് മുടി മുറിച്ച് വിറ്റ് പൈസ. ഇബിലീസ് വേഷം മാറി വന്നിട്ട് കുഫറിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടി നടത്തി നോക്കാം. ഇന്ന ചെയ്ത് കഴിഞ്ഞാൽ രോഗം മാറുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമുക്ക് അയ്യൂബ് നബി 100 അടി അടിക്കുന്നൊക്കെ ഭാര്യയോട് പറഞ്ഞ സംഭവം നമുക്ക് കാണാൻ സാധിക്കും അതിനോടനുബന്ധിച്ച്. അപ്പോൾ ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ട നബി എന്ത് ചെയ്തു? റബ്ബിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹ് മറുപടി നൽകി. ഇതാണ് യഥാർത്ഥ വഴി. എന്ത് പ്രയാസം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഭൗതികമായ ഹലാലായ ചികിത്സകൾ ചെയ്യുന്നു, എന്നിട്ട് പടച്ചവനോട് പ്രാർത്ഥിക്കുന്നു. ഈ പടച്ചവനോടുള്ള വിശ്വാസം കുറഞ്ഞവരാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ ഷിർക്കിൻ്റെ ഖുബറിൻ്റെ കേന്ദ്രങ്ങൾ തേടി പോവുക. അതുകൊണ്ട് നമ്മളിത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇതിൽ ഒരു രോഗം വന്ന്, ഇപ്പോൾ നമുക്കറിയാം, വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന 70,000 ആളുകളുടെ കൂടെ പറഞ്ഞ ഒരു കൂട്ടരാരാണ്? മന്ത്രിപ്പിക്കാത്തവരാണെന്നാണ്. അവർ രോഗത്തിന് വേണ്ടി മന്ത്രിപ്പിക്കില്ല. അപ്പം നമുക്ക് വിചാരണ സ്വർഗത്തിൽ കിടക്കണോ? ഈ മന്ത്രചികിത്സക്ക് പോലും പോകരുത്. ഏത് മന്ത്രചികിത്സ? ഹറാമായ മന്ത്രമല്ല. ഒരു തരത്തിലും മന്ത്രചികിത്സക്കും പോകാതെ ക്ഷമിക്കുക, ക്ഷമ അവലംബിക്കുക. നമ്മളീ കാണുന്ന ഈ ദുനിയാവ് എല്ലാം കൂടെ, ഈ കാട്ടിക്കൂടെ എല്ലാം കൂടെ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ എന്താ തോന്നുക? യൗം അവർ ബൗദിയും, ഒരു ദിവസം എൻ്റെ അല്പഭാഗമായിട്ട് തോന്നുള്ളൂ. കാലക്കം ലബിസ്ത ഫിൽ അർളി അദദ സിനീൻ ഖാലു ലബിസ്ന യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസം എൻ്റെ അല്പവും, ഒരു ഓർമ്മ. ഇപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ കാലം കൂടെ ഓർത്തു കഴിഞ്ഞാൽ ഒരു ഓർമ്മയായിട്ടല്ലേ ഉള്ളൂ. അല്ലാതെ അതിങ്ങനെ നമ്മൾ സ്കൂളിൽ പഠിച്ച ആ ദിവസങ്ങൾ മുഴുവൻ, വർഷങ്ങൾ മുഴുവൻ, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഒരു പല്ലുവേദന എന്നുണ്ടായിരുന്നു, ആ പല്ലുവേദന രണ്ടാമതൊന്നും ഇങ്ങനെ ആലോചിക്കാൻ ഇല്ല, അതൊന്നും കിട്ടൂല, ഒക്കെ കഴിഞ്ഞു പോയി, എല്ലാം ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഖിറത്ത് ചെല്ലുമ്പോൾ ദുനിയാവെല്ലാം കൂടെ ഒരു ചെറിയൊരു ഓർമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു ദിവസം എൻ്റെ അല്പം താമസിച്ച പോലെ. അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആഖിറത്ത് നഷ്ടപ്പെടുത്താൻ പാടില്ല. ക്ഷമിക്കുക. ക്ഷമിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് പ്രതിഫലം കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ചികിത്സ ചെയ്യാൻ എന്തേ ചെയ്യാവുള്ളൂ? ഹലാലായ മാർഗങ്ങൾ സ്വീകരിക്കാവുള്ളൂ. അപ്പോൾ സിഹിർ എന്ന് പറഞ്ഞാൽ ചില കെട്ടുകളാണ്, ചില മന്ത്രങ്ങളാണ്, ചില സംസാരിക്കുകയോ എഴുതുകയോ ചെയ്യുന്ന വാക്കുകളും പ്രവർത്തനങ്ങളുമാണ്.
അതുപോലെ തന്നെ അത് സിഹിർ ബാധൻ്റെ ശരീരത്തിൽ ബുദ്ധിയിൽ ഒക്കെ അതിന് ബലമുണ്ടാകും. അത് രോഗമുണ്ടാക്കാനുള്ള സിഹിറാണ്. രോഗമുണ്ടാക്കുന്ന സിഹിറുകളുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരെ വേർപെടുത്തുന്ന സിഹിറുകളുണ്ട്, അതുപോലെ തന്നെ കൊല്ലാനുള്ള സിഹിറുണ്ട്, ഇണക്കാനുള്ള സിഹിറുണ്ട്, അങ്ങനെ പല